നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം നമ്മളുടെ യൂട്യൂബിൻ്റെ എല്ലാവരും ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ പരദൂഷണം പറയുക എന്നാണ്. ഓക്കെ, സമ്മതിച്ചു, ഞങ്ങൾ പരദൂഷണം പറയുകയാണ്. നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റുകളും ഞങ്ങൾ അങ്ങ് സമ്മതിച്ച് തരുന്നു. തിരിച്ച് പറയാൻ നിന്നാലല്ലേ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അത് വിട്ടു. പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് അഗെയിൻ വിത്ത് രേണു സുധീസ് ടോപ്പിക്. ബട്ട് ഞാൻ രേണു സുധി റിലേറ്റ് ചെയ്ത് അല്ലെ രേണു സുധി ചേച്ചീനെ അല്ല പറയുന്നത്. ഇവിടെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, കാരണം രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഈ പബ്ലിസിറ്റികളും റിയാക്ഷൻ വീഡിയോകളും ഇൻ്റർവ്യൂകളുമായി ഇങ്ങനെ പോയി നിൽക്കുകയാണ്. അങ്ങനെ ഒരു നമ്മളുടെ ശാരിക വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ രേണു സുധീനെ എല്ലാവരും അങ്ങ് സ്വീകരിച്ചു. രേണു സുധീനെ അല്ല ബേസിക്കലി സ്വീകരിച്ചത്. ശാരികേനോടുള്ള വെറുപ്പ് രേണു സുധീനോടുള്ള പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സുധിച്ചേട്ടൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിലുള്ള ഒരു ലേഡി പുറമെ വന്ന് കാര്യം പറഞ്ഞു. വീണ എന്നാണ് ആ പെർട്ടിക്കുലർ ലേഡീൻ്റെ പേര്. ഇവൺ ഐ ടു റിയാക്ട് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി വീണ ചേച്ചി കേസ് കൊടുത്തിരിക്കുകയാണ് രേണു സുധിക്കെതിരെ. കാരണം രേണു സുധി നടന്നും ഇരുന്നും കമന്നും വളഞ്ഞും കേസുകൾ കൊടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. മീഡിയക്കാരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വീണ കൊടുത്തിരിക്കുകയാണ്. വീണ കൊടുക്കാനുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, വീണയാണ് സ്റ്റാർട്ടിങ്ങിൽ വന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷെ വീണ പറഞ്ഞതിനെ വളരെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെ വീണേനെ വളരെ മോശക്കാരിയാക്കുന്ന രീതിയിൽ രേണു സുധി ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ 4-5 ആളുടെ ഇടയിൽ വീണ എന്തോ ഇല്ലാത്ത അപവാദങ്ങൾ മരിച്ചുപോയ സുധീനെ പറ്റി പറഞ്ഞു കെട്ടിക്കുകയാണെന്നുള്ള പേരൊക്കെ വന്നു. കുറേ സഹിച്ചു നിന്നു. ലാസ്റ്റ് അവർ കേസ് കൊടുത്തു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ വന്നിരുന്നു. എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ നോക്കാം. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഇത് അതിൻ്റെ റെസിപ്റ്റാണ്. അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ ഫൈനലി വീണ നായരുടെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വീണ നായർ ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഓഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണ് കേസിൻ്റെ ഒരു പ്രോഗ്രസ്, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊന്നും അറിയാലോ. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാൻ സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി. അപ്പം ഞാനും കരുതി, എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശരി, ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ വലിയൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി പോകണം. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് ചെയ്യരുത്, ഇങ്ങനെ അത് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കരുതും നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റൊരാളെക്കുറിച്ച് പറയുന്ന അഭിപ്രായം കേട്ടിട്ട് അവരെല്ലാവരും ഇവരെ വിലയിരുത്തുന്നു. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീഡിയ. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ മീഡിയയുടെ മുമ്പിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്കിതൊരു കാഴ്ചയാണ്, ഒരു കാഴ്ച വസ്തു മാത്രമാണ്. അവർക്കിതൊരു പ്ലോട്ടാണ്, ഒരു സ്റ്റോറിയാണ്. ഈവൺ എന്നെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ദിസ് ഇസ് എ കണ്ടന്റ്. നമ്മൾ ആ ടോപ്പിക് എടുക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയുന്നു. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്ത് ഇവിടെ വന്ന അഭിപ്രായം പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി അവരുടെ ലൈഫിൽ നടക്കും. ഇവിടെ ഇന്നലെ സ്മൃതിയുടെയൊക്കെ കേസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ കുറേ ആൾക്കാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ മാറും. അല്ലെങ്കിലോ
എപ്പോഴും ഞാൻ തന്നെ പറയുന്ന ഒരു സാധനമാണ്, ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കയറി പറയരുത്. നമ്മളെ തന്നെ ഇങ്ങനെ നാറ്റിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയാണ്. എനിക്കിതിലും വെറുപ്പുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല. ഞാൻ വ്ളോഗിങ് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ വ്ളോഗിങ് ചാനലായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ഈ വീഡിയോ ഇട്ടു, അത് ആൾക്കാർക്ക് കണ്ടിഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് സ്വിച്ച് ചെയ്ത ഒരാളാണ്. പിന്നെ എനിക്ക് വ്ളോഗ് ചെയ്തതിലും കുറച്ചും കൂടി എളുപ്പതാണ്. കാരണം ഇപ്പോൾ വർക്കിൽ വരുന്നു, എനിക്ക് ഫ്രീ ആയി എവിടെയെങ്കിലും ഒരു ക്യാമറ വെച്ച് ഒരു 10-20 മിനിറ്റ് ഇരുന്ന് ചെയ്താൽ മതി. വ്ളോഗാകുമ്പോൾ എനിക്ക് ഈ വർക്കിൻ്റെ ഇടയിൽ ഹാൻഡിൽ ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ മെയിനിൽ ഇതിലോട്ട് കയറിയത്. പിന്നെ ഐ ആം ഹാപ്പി ഡൂയിങ് ദിസ്. ആൻഡ് ഞാനെപ്പോഴും ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പോസിറ്റിവിറ്റിയിലാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് വ്ളോഗിങ് ഇഷ്ടമുള്ളത്. പക്ഷേ ഈ ഫാമിലി വ്ളോഗിങ്ങിൻ്റെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഈ വീഡിയോയിൽ കടന്ന് പല കാര്യങ്ങളും വിളിച്ച് പറയുക, വഴക്കുകൾ ഉണ്ടാക്കുക, തെറ്റ് ചെയ്യുക, പിന്നെ നാണം കെടുത്തുക, അത് ചെയ്യുക, ഇത് ചെയ്യുക. ഈ ഒരു ഫാക്ടർ വരുന്ന സമയത്താണ് എനിക്ക് ഈ വ്ളോഗേഴ്സിനോട് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇപ്പോൾ ഈ വീണ നായർ ഇവിടെ കാണിച്ച ഈ ഒരു സാധനം, വീണ എസ് പിള്ള ഇവിടെ കാണിച്ച ഈ ഒരു സാധനം ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് തിങ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതിലും ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് കേസ് കൊടുക്കുക. ബാക്കി കേസിൻ്റെ അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇതിനൊരു തീരുമാനം പോവാം. ഇങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പേഴ്സണലായി വെക്കാൻ കരുതുക. അപ്പം ഞാനിപ്പോൾ ഫ്യൂച്ചറിലൊരു കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ പാർട്ട്ണറുമായിട്ട് വീഡിയോസ് ഇങ്ങനെ അക്കൗണ്ടിൽ കുറേ ഷെയർ ചെയ്ത് എപ്പോഴെങ്കിലും ഞങ്ങൾ സെപ്പറേറ്റഡ് ആവുന്ന ഒരു പോയിന്റിലോട്ട് വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് മൈ വിഷ് വെദർ ടു അഡ്രസ് ഓർ നോട്ട്, പറയണോ എന്നുള്ളത് എൻ്റെ ഇഷ്ടം. ഞാനതൊന്നും പറയണമെന്ന് ഒരു നിർബന്ധമല്ല. ഞാൻ പറയാത്തതിൻ്റെ പേരിൽ എന്നെ ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് കരുതണം. കാരണം എന്താ, നമ്മളുടെ പ്രൈവസിയിലോട്ട് കയറി അതിൽ നിന്ന് കിട്ടുന്ന കണ്ടൻറ്റിലോട്ട് നോക്കുന്ന തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ടോ? നോ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പെർട്ടിക്കുലർ ഓഡിയോ ഇതിൽ വെക്കാനുള്ളതിന് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈ ഒരൊറ്റ സാധനം, അവർക്ക് തോന്നിയ ഈ ഒരു ബുദ്ധി അല്ലെങ്കിൽ അവർ പറഞ്ഞ ഈ ഒരു കാര്യം, കാരണം പറയാൻ പാടില്ല എന്നുള്ളത്. ദറ്റ്സ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ന്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ, എനിക്ക് സുധിച്ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്, അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ബാക്കി അവർ നോക്കിക്കോളും, ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും. പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത്. ഓരോരുത്തരുടെ സ്റ്റാൻഡേർഡാണ് നമ്മൾ കാണുന്നത്, അവർ പറയുന്ന രീതിയിൽ. അപ്പം ഇവരെ നല്ല രീതിയിൽ മാനസികമായിട്ട് ഭയങ്കര ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള വർത്തമാനം അവരുടെ സൈഡിൽ നിന്ന് വന്നു. അതവരെ ബാധിച്ചതുകൊണ്ടാണ് അവർ കേസിന് പോയിട്ടുള്ളത്. കേസ് ഫ്രണ്ടോട്ട് പോകട്ടെ, അതിനുള്ള തീരുമാനം എന്തെടുക്കണം, എന്ത് നീതി വേണം എന്നുള്ളതൊക്കെ കോടതിക്ക് തീരുമാനിക്കാം. അപ്പോൾ വീണയോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാണിച്ച ഈ ഒരു പ്രവൃത്തി വളരെ നല്ലൊരു പ്രവൃത്തിയാണ്. സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് കീപ്പ് ചെയ്തുകൊണ്ട് വെക്കേണ്ട കാര്യങ്ങൾ വെക്കേണ്ട ലെവലിൽ വന്ന് നിന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഈ വീഡിയോൻ്റെ ബൈ ദി എൻഡ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ആളുമായി ബന്ധപ്പെട്ടിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ ആളെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു. ഞാൻ ആ ഫ്രണ്ടിൻ്റെ പേര് പറയാനോ ചെയ്ത ആളുടെ പേര് പറയാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് കണ്ടപ്പോൾ ആക്ച്വലി ഞാൻ ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ചിരിച്ചു എന്ന് വെച്ചാൽ ഞാൻ മണ്ണിൻ്റെ അടിയിലായിട്ട് എന്ന് പറയുന്നത് പോലെ ഞാനങ്ങ് ചിരിച്ചു. എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട് ഇതിനെ റിയാക്ട് ചെയ്ത് നീ വീഡിയോ ഇടാൻ നിൽക്കരുത്. ഞാനോട് ക്ലിയറായി പറഞ്ഞൊരു കാര്യം, നെവർ ഡു ഇറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2 കൈ കൂട്ടി അടിച്ചാലേ അവിടെ ഒച്ച ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നടക്കുക എന്താണെന്ന് വെച്ചാൽ, ഇവൻ തിരിച്ച് റിയാക്ട് ചെയ്യണം, തിരിച്ച് എനിക്ക് റിയാക്ട് ചെയ്യണം, അങ്ങോട്ട് റിയാക്ട് ചെയ്യണം, ഇങ്ങോട്ട് റിയാക്ട് ചെയ്യണം, എന്നിട്ട് അതൊരു ചർച്ചയാക്കി അതുവഴിയെങ്കിലും റീച്ച് എടുക്കണം. അതിനുള്ളൊരു കളി ഒരു സൈഡിൽ നടക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ ഗ്രോത്ത് കണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ടോ, നമ്മളുടെ സപ്പോർട്ട് കണ്ടിട്ടോ അപ്പുറത്തും ഇപ്പുറത്തും നടന്നിട്ട് കുറേ ആൾക്കാർ പല അപവാദങ്ങളും പറയും. എന്ന് വെച്ചാൽ ഇങ്ങനെ റോട്ടിൽ കടന്ന് അനാവശ്യമായി പട്ടികളിങ്ങനെ കുരയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് നമുക്കറിയെങ്കിൽ നമ്മൾ അങ്ങനെയെങ്കിൽ ജീവിക്കാം. നമ്മൾ നമ്മളായി മനസ്സിലാക്കി നമ്മളായി അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം മതി നമ്മളുടെ ലൈഫിൽ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവനവൻ്റെ യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ പോവും.
ഇവിടെ ബേസിക്കലി വീണാനായരുടെ ഈ ഒരു സാധനം കണ്ട സമയത്ത് ഇത്രയും പറയണമെന്ന് തോന്നി ഞാൻ അടുത്തൊരു വീഡിയോ ആണ്, കുട്ടി വീഡിയോ ആണ്. സോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.